ഹായ് ഓൾ. ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്ക് എന്ത് മെസ്സേജാണ് തരുന്നത് നോക്കാം കേട്ടോ. നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പ്, ടൈം ടു റിലാക്സ്, സറണ്ടർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് നോളജ്. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഏതെങ്കിലും സാഹചര്യം, നിങ്ങൾ കടന്നു പോകുന്ന ഏതെങ്കിലും സാഹചര്യം നിങ്ങളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പോകുന്നുണ്ടോ, എന്നാൽ അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഫേസ് ചെയ്യുന്ന നിങ്ങൾ ഭഗവാനെ വിളിച്ച് സഹായം ചോദിച്ചോളൂ. ഭഗവാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടുന്ന സഹായം ചെയ്തു തരുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന മെസ്സേജ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം എന്താണോ അത് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. നിങ്ങൾ പേടിക്കുകയേ വേണ്ട. നിങ്ങളെ ഇവിടെ ഭഗവാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, എല്ലാം നോക്കി കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ഹെൽപ്പ് ചോദിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ധൃതി കൂട്ടുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട്, റിസൾട്ടിന് വേണ്ടിയിട്ട് ധൃതി കൂട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാനുള്ള എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക. റിസൾട്ടിന് വെയിറ്റ് ചെയ്യേണ്ട. ഒരല്പം മനസ്സിന് റിലാക്സേഷൻ കൊടുത്ത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, മെഡിറ്റേഷൻ ആണെങ്കിൽ അത്, എന്താണോ നിങ്ങളെ കാമാക്കുന്നത് അതുമായിട്ടൊന്ന് കുറച്ച് നേരം നിങ്ങൾ റെസ്റ്റ് എടുക്കാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, കഠിനാധ്വാനങ്ങളും ഭഗവാൻ ഇവിടെ കാണുന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യുക, ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ എല്ലാ ടെൻഷൻസിനും വറീസും ഭഗവാനിൽ സറണ്ടർ ചെയ്യൂ. നിങ്ങളിലെ ഉറപ്പായിട്ടും ഭഗവാൻ സഹായം കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ സറണ്ടർ മനോഭാവം ഭഗവാനിൽ കൊണ്ടർപ്പിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കുന്ന സറണ്ടർ മെസ്സേജ് എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്മിഷൻ ഓഫ് നോളജ് ആണ്. ഇപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, നമ്മുടെ പുരാതന കാലത്തുണ്ടായിരുന്ന യോഗ എന്ന് പറയുന്നത് പവിത്രമായൊരു നോളജാണ്. അത് പണ്ട് കാലത്ത് ഗുരു ശിഷ്യ പരമ്പരയിലൂടെയാണ് രാജർഷിമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും ആ ഒരു ശൃംഖല തകർക്കപ്പെട്ട് പോയത് കാരണം കൊണ്ട് ഈ പവിത്രമായ നോളജ് ഇപ്പോൾ ലോകത്തിന് നഷ്ടപ്പെട്ടു എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവാൻ ഇപ്പം നമ്മളോട് പറയുന്നത്, പവിത്രമായ ഇത്തരം ജ്ഞാനം നമ്മൾ പരിശുദ്ധമായ പരമ്പരയിലൂടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മാത്രം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അതിനെ സംരക്ഷിച്ച് അതിലോട്ട് മടങ്ങിപ്പോകാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. യോഗ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രാക്ടീസ് മാത്രമല്ല, അതൊരു അവനവനെ തന്നെ അറിയാനുള്ള, നമ്മുടെ തന്നെ ഉള്ളിലോട്ട് നമ്മുടെ ശ്വാസം മുഖേന നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയാണ്. അതാണ് ഇവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലോട്ട് വലിയൊരു ചേഞ്ച് കൊണ്ടുവരും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പോൾ കഴിയുന്നവരെല്ലാം യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക കേട്ടോ. ഭഗവാനും അത് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ ഭയങ്കര വിലപ്പെട്ട നോളജാണ്, ഈ യോഗയും മെഡിറ്റേഷനും ഒക്കെ അവനവനെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.